അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഓൾറെഡി ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ബാച്ചിലർ സ്റ്റൈൽ ചിക്കൻ ലിവർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സമയം ഒട്ടും കളയണ്ട, പോരെ. ഒരു പാൻ എടുത്തേക്കുന്നു, അതിലേക്ക് നമ്മളൊരു 1/2 kg ചിക്കൻ ലിവർ ഇട്ടേക്കുന്നു. അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ തന്നെ 2 ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു പച്ചമുളക്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് ജീരകം, ഇതെല്ലാം കൂടി ഇടുക. സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതിലേക്ക് നമ്മൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ കാശ്മീരി ചില്ലി, ഇത്രയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് തിരുമിയെടുക്കുക. ഇതിൽ നമ്മൾ വെള്ളം ഒട്ടും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് തേങ്ങാ കൊത്തും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങാ കൊത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്യുക. ഈ ഒരു ഓയിൽ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. കുറച്ച് ഓയിലും കൂടി അതിൻ്റെ ഒരു ടോപ്പിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെല്ലാം ആഡ് ചെയ്തു, പക്ഷേ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നുപോയി. അവസാനം കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കാം എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളത്. നമ്മുടെ ലിവർ ഓക്കെ, നമ്മൾ വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടില്ല, എങ്കിലും ഇതൊരു മോയിസ്റ്റ് ടെക്സ്ചറിലാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രൈയിലേക്ക് ജസ്റ്റ് 1 സ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ടോപ്പിങ്ങിന് വേണ്ടി. അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ്സ് ഇത് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഓൾറെഡി ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അതും ഒരു കൊക്കനട്ട് പീസും കൂടി എടുക്കുക. മീനു, ആർ യു ഓക്കെ? ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് അല്ലേ? ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് പാത്രത്തിൽ എടുക്കാൻ മുമ്പേ തന്നെ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.